ആർത്തലച്ചു പെയ്യുന്ന മഴയിലും ഈ ഓലപ്പുരയിലിരുന്ന് വിധിയെ പഴിക്കാനേ ലീലയ്ക്ക് നിവൃത്തിയുള്ളൂ. ഭർത്താവ് മരിച്ചപ്പോൾ ഒറ്റയ്ക്കായതാണ് ലീല. ലൈഫിൽ വീട് അനുവദിച്ചപ്പോൾ ആദ്യമൊന്ന് ആശ്വസിച്ചു. ആദ്യ ഗഡുവായി 40,000 രൂപ കിട്ടിയപ്പോൾ ലീല ഒരു സ്വപ്നം കണ്ടു. ഈ മഴക്കാലത്ത് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങുന്നത്. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഇന്നാകെയുള്ളത് ഈ തറ മാത്രം. പണ്ട് വന്നിട്ടില്ല പറയും, പണ്ട് വന്നാൽ വിളിച്ചാൽ പറയൂര്. പിന്നെ ഇതിനെ തറിൻ്റെ പോട്ടെടുത്ത് വെറ്റുകാർത്ത് കൊണ്ട കൊടുത്തു. അപ്പോൾ കൊണ്ട കൊടുത്തപ്പോൾ പറഞ്ഞു ഉപ്പിട്ടിട്ട് വന്നു. എനിക്ക് എഴുതാനും വായിച്ചാൽ അറിയാം, ഞാൻ കയ്യൊപ്പം ഇടുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞു പിന്നെ ഫോട്ടോ എത്തിയിട്ടില്ല പറഞ്ഞു. എന്നിട്ട് ആ ഫോട്ടോ പഞ്ചായത്ത് കൊണ്ട കൊടുത്തു. ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇവിടുന്ന് ഓട്ടോ പനവാർത്ത് പോകണം, പൈസ എത്ര വേണം, അങ്ങനെ കൊണ്ട കൊടുത്തിട്ട് വന്നു. ഞാൻ കാട് പിടിച്ചു കിടക്കുന്ന ഈ തറ പൂർത്തിയായോ എന്നാണ് ഇപ്പോൾ അധികാരികളുടെ സംശയം. പേപ്പറൊക്കെ കൊണ്ട കൊടുത്തപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു അവിടെ നിങ്ങൾ എത്തിച്ചിട്ടില്ല പറഞ്ഞു. അയാൾ പേപ്പർ പഞ്ചായത്ത് കൊണ്ടുവച്ചു. അത് അവിടെ മറന്നിട്ട് പിന്നെ അയാൾ എടുത്തിട്ട് പോയി. പിന്നെ പഞ്ചായത്ത് പോയിട്ട് എന്നെ വിളിച്ചു. തറ പണിത് കഴിഞ്ഞ് 1 വർഷമായി. അടുത്ത ഗഡുവിനായുള്ള കാത്തിരിപ്പാണ്. അതുവരെ ആനൊക്കെ വന്നിട്ട് ആൾക്കാർ പടക്കൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോവും. അപ്പം അങ്ങനെ ഒന്നും ഇറങ്ങണില്ല. ഇപ്പോൾ ഈ ചക്കക്കാലം മാങ്കാലം ആകുമ്പോൾ ദിവസം ഇറങ്ങും. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കാണ് ഈ കൂരയിൽ അന്തി ഉറങ്ങുന്നത്. പരാതി പറഞ്ഞു മടുത്തു. തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞു വന്ന് ലീല തൻ്റെ തറയിലെ പുല്ല് പറിക്കുകയാണ്. വീടെന്ന സ്വപ്നം എന്നേക്കുമായി കാട് കയറി നശിക്കാതിരിക്കാൻ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.